പോകുന്ന ഫ്ലൈറ്റ്. അപ്പൊ ഞങ്ങൾ അപ്പന്മാര് അപ്പനും അമ്മയോ എല്ലാവരും കൂടിയിട്ട് അമ്മയുടെ അറിവുകളിലേക്ക് പുതിയ മെസ്സേജ് ഇടുകയാണ്. അപ്പോൾ ഏജ് ഈസ് നോ മാറ്റർ, യു ക്യാൻ എൻജോയ് എനി ടൈം വെനെവർ യു ഫീൽ ലൈക്ക്. എൻജോയ് യുവർ ലൈഫ്, ഹാവ് എ നൈസ് ഡേ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടല്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ. ടർക്കിയിലാട്ടോ ഞങ്ങൾ ആദ്യം അത് പറയണമല്ലോ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇഷ്ടപ്പെട്ടോ? നമ്മൾ തുടങ്ങുന്നുള്ളൂ കേട്ടോ. ഇവിടെ കുറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്ഥലമാണ്, അങ്ങോട്ട് പോയാൽ വിശാലമായ സ്ഥലമാണ്. എൻട്രൻസ് ഇങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഇവിടെ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം പറയാം. ബാക്കി അപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളിവിടെ ബീച്ചിൽ വന്നേക്കാണ്. സൺലൈറ്റ് ഗാർഡൻ്റെ തന്നെ ബസ്സിൽ ഞങ്ങൾ ബീച്ചിലേക്ക് കൊണ്ടുവരും. അവരുടെ തന്നെ ബീച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 2 യുവമിഥുനങ്ങൾ അവിടെ വെള്ളത്തിൽ നീന്തി കളിക്കുന്നുണ്ട്. എല്ലാം വളരെ നന്നായി പോകണം. നല്ല വിശാലമായ ബീച്ചാണ്, ഒരുവിധം ക്ലീനാണ്. അൻഡാലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ടർക്കിയിൽ. ഓക്കെ, ചെറിയ ചെറിയ പാർട്സ് എല്ലാം ഞങ്ങൾ കാണിക്കാവുന്നതായിരിക്കും. അപ്പോൾ ബീച്ച് സൺഷൈൻ എൻജോയ് ചെയ്യുന്നു മിസ്റ്റർ ബ്ലസ്സഡ് വോളണ്ടിയർ. നല്ല സ്ഥലമാണ്, കുഴപ്പമില്ല. അത് എൻജോയിങ് ബീച്ച് സൺ അറ്റ് ടർക്കി. നല്ലതാണ്, വിശാലമായ ബീച്ചാണ്. വെള്ളത്തിൽ പേടിയുള്ളവർ ഇറങ്ങി ഓടുന്നു, പേടിയുള്ളവരെ ഭർത്താക്കന്മാർ പിടിച്ചിറക്കുന്നു, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്. എന്തായാലും നല്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചെയറും സൺബാത്ത് അങ്ങനത്തെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഹലോ, എങ്ങനെയുണ്ട് ടർക്കിയിൽ വന്നിട്ട്? നല്ല പരിപാടിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റാണ്. അതായത് ആക്ച്വലി നമ്മുടെ കയറി വന്ന ഒരു ലിവിങ് റൂം. ഒരു കാര്യമുള്ളത്, ലിവിങ് റൂമിൽ മാത്രമേ AC ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് കിടന്നാൽ അവിടേക്ക് തണുപ്പ് കിട്ടുള്ളൂ. പക്ഷേ ഈവനിങ് ആകുമ്പോൾ ആക്ച്വലി അത്രയ്ക്ക് ചൂടൊന്നുമില്ല. പിന്നെ ഇത് ഒരു ബെഡ്റൂം, 2 ബെഡ് അവിടെ ഉണ്ട്. ഇത് ടോയ്ലറ്റ്, ഷവറ്. ടോയ്ലറ്ററീസ് ഒന്നുമില്ല, അതൊക്കെ നമ്മൾ കൊണ്ടുവരണം. പിന്നെയാണ് ഇത് മെയിൻ ബെഡ്റൂം. പിന്നെ 2 ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ട്. ഇത് നമുക്ക് കട്ടൻ മാറ്റി ബാൽക്കണി തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. അപ്പുറത്ത് കാണുന്ന സ്ലൈഡിങ് സ്വിമ്മിംഗ് പൂളാണ്. അതിലേക്ക് സ്ലൈഡ് ചെയ്താൽ അത് ഉച്ച കഴിഞ്ഞ് തുറക്കത്തുള്ളൂ. ഇങ്ങനെ കുറേ ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റ്സാണ് ഇവിടെ മൊത്തം. പിന്നെ സ്റ്റോറേജ് സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനത്തെ എല്ലാ മുറിയിലും ഒരു അലമാരയുണ്ട്. പക്ഷേ ഈ ലോക്ക് ഇവിടെ വർക്ക് ചെയ്യില്ല. കണ്ട് ചെറിയ ലോക്കറുണ്ട്, അത് വർക്ക് ചെയ്യണമെങ്കിൽ €1 പെർ ഡേ കൊടുക്കണം. അപ്പം ഞങ്ങളത് കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ദൂരേക്കൊന്നും പോയിട്ടില്ല. പിന്നെ കിച്ചണില്ല. ഇവിടെ ഒരു ചെറിയ കെറ്റിലും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട്. ഈ സൈഡിനേക്കാളും നല്ലത് അപ്പുറത്തെ സൈഡിലെ റൂമാണ്. ഇവിടെയും അങ്ങോട്ട് ഔട്ട് സൈഡിലേക്ക് കിടക്കാനൊരു ചെറിയ ബാൽക്കണി പോലെ ഉണ്ട്. നല്ലതാണ് കാര്യം, നല്ല സൗകര്യമാണ്. ഒരു ഫാമിലിക്കാണെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്താൽ മതി. ഈ അൻഡാലിയ ഞങ്ങൾ ഓൾഡ് ടൗണിൽ കൂടെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. നല്ല കംഫർട്ടബിളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഒരു 6 മണിയായി. ഇവിടെ നല്ല ബ്രൈറ്റാണ്. അങ്ങനെ നന്നായി പോകുന്ന കാര്യങ്ങളൊക്കെ. ലോക്കൽ ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. ഹലോ. പിന്നെ റോഡെല്ലാം ഒരുവിധം നീറ്റാട്ടോ. മടക്കി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് അതെ, നമ്മുടെ എൻ്റെ മറ്റൊരു ഭാഗം. അത് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണിത്. ഫുട്പാത്ത് ആണെങ്കിലും നല്ല ഭംഗിയായിട്ടെല്ലാം വെച്ചിട്ടുണ്ടല്ലേ.
പിന്നെ ഇതിങ്ങനെ സഫാരിയുടെ കാര്യങ്ങളൊക്കെ റോഡ് സൈഡിലൊക്കെ ഉണ്ട്. ഇരിക്കണേ, നിങ്ങൾ എവിടെ നിന്നുള്ളവരാ? എവിടെയാണ് നിങ്ങളുടെ വീട്? കണ്ടിട്ട് മലയാളീസ് പോലെ ഉണ്ടല്ലോ. ഇതിപ്പോ എവിടെയാ വന്നേക്കണേ? ആ, ഇതാണ് അന്താലിയ ഹോസ്പിറ്റല്. എന്ത് അത് ഹോസ്പിറ്റലാണ് കേട്ടോ. അതേന്ന് അപ്പൊ ഇന്നത്തെ ടൂർ ഇഷ്ടപ്പെട്ട ഇന്നത്തെ പരിപാടി? ഇനി പോയി നന്നായിട്ട് ചാപ്പാട് അടിക്കണം, കിടന്നുറങ്ങണം. ഇത്ര ചാപ്പാട് അടിച്ചത് പോരാട്ടോ ഒരാൾക്ക്. ഇത് ടർക്കിയിലെ ഒലിവ് തോട്ടമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ കൃഷിയാണ് ഒലിവ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് മുഴുവനും ഒലിവാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നിങ്ങളോട് ഇരിക്കട്ടാ, ഞാൻ ഒലിവ് തോട്ടത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കുവാണ്. നീറ്റാട്ടോ, അതൊരു ഈവനിങ് ടൈമിൽ നടക്കാനായിട്ട് നല്ല സുഖമാണ്. ഇതാണ് ഈ ഒലിവ് തോട്ടം. വലിയൊരു ഒലിവ് തോട്ടം കേട്ടോ അത്. എല്ലാം പൂത്ത് നിൽക്കുകയാണ്, കായ ആയിട്ടില്ല. പൂത്ത് നിൽക്കണേണ്ട. നമ്മുടെ വീട്ടിലൊരു ചെറിയ ഒലിവ് മരം പോലെ ഒന്നുമല്ല, ഇവിടെ ഒരു വലിയ ഒലിവ് തോട്ടം തന്നെയുണ്ട്. ഒലിവ് മരം ഒരിക്കൽ നട്ട പിന്നെ ഒരിക്കലും നശിച്ചു പോലെന്ന് പറഞ്ഞു. ഉണങ്ങിയാലും അതിൻ്റെ കടക്കേന്ന് വന്നുകൊണ്ടിരിക്കും. അതാണ് ഗൾസമെൻറ്റിൽ പോയപ്പോൾ ഈശോ പ്രാർത്ഥിച്ച ഒലിവ് മരം ഇപ്പോഴും ഉണ്ട് അവിടെ. ഉണങ്ങിപ്പോലെ ആണെങ്കിലും അത് നശിച്ചു പോയിട്ടില്ല. അപ്പം ടർക്കിയിട്ടില്ല. ആ, ഇങ്ങോട്ട് ഇത് പറഞ്ഞെടുക്കട്ടെ ആദ്യം. ഇപ്പം ഈവനിങ് സമയം ഒരു 6:30-7 മണിയായി. എല്ലാവരും അപ്പാർട്ട്മെൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാനൊക്കെ. പക്ഷെ ഇതാണ് ഞങ്ങളുടെ സ്ഥലം. ഇത് സ്വിമ്മിംഗ് പൂൾ. ഇങ്ങനെ ഒരു 3 സ്വിമ്മിംഗ് പൂളുണ്ട്. ഇങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ മുകളിലാണ് എൻ്റെ ഫ്രണ്ട് ഗ്രേസിയും താമസിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അപ്പാർട്ട്മെൻ്റ് ആയിട്ടുണ്ട്. നല്ല പ്രൈവസി ആട്ടോ. നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ ആരും ഒന്നും കാണുകയൊന്നുമില്ല. പിന്നെ ഈ ഓറഞ്ച് നല്ല മധുരം ആട്ടോ ഈ ഓറഞ്ചിന്. ഈ ഓറഞ്ചാണ് ഇവർ നമുക്കിവിടെ സെർവ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ നിറയെ ഓറഞ്ച് ട്രീകളും അതുപോലെ തന്നെ ഒലിവ് മരങ്ങളൊക്കെയാണ് ഈ റിസോർട്ട് മുഴുവനും. പിന്നെ പന അങ്ങനെയൊക്കെ. പിന്നെ എന്താ പറയുക, നമുക്കിവിടെ സ്പായും കുറേ ഇങ്ങനെ ഐബ്രോ ചെയ്യാനൊക്കെ സൗകര്യങ്ങൾ, ടാറ്റു ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇതേ കാണുന്ന ടാറ്റു ബാറാണ്, ബ്യൂട്ടീഷ്യൻ ബാറാണ്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെയുണ്ട്. പിന്നെ ചെറിയ കടകളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ. കളിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. കൊച്ചൊന്ന് കളിക്കുന്നതാണ്. അല്ല, ധാരാളം പൂച്ചകൾ. ഇതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്. ഞങ്ങളിപ്പോൾ അതിൻ്റെ തൊട്ട് കയറാൻ പോവാണ്. ഹലോ, എന്താ ഇവിടെ പൂച്ചകൾക്കൊക്കെ എല്ലാവരും നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ പൂച്ചകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു സൈഡിലെ സ്വിമ്മിംഗ് പൂള്, പിന്നെ ഇത് ഫ്രണ്ടിലെ സ്വിമ്മിംഗ് പൂൾ. ഇനി ഇവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. ഇപ്പം എല്ലാവരും ഫുഡിൻ്റെ സമയമുണ്ട്, എല്ലാവരും അങ്ങോട്ട് കയറിയേക്കാണ്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് എൻട്രൻസ് ഒക്കെയാണ് ഇവിടെ. ഇത് വേറൊരു പൂള്, ഇത് പിള്ളേർക്കുള്ള ചെറിയ പൂള്. പിന്നെ ഇതിൻ്റെ അറ്റത്ത് കാണുന്നതാണ് പാവ്. ഇത് ചട്നി നല്ല ടേസ്റ്റ് കേട്ടോ. കഴിച്ചാലുണ്ടല്ലോ ചട്നി ഫിഷും സൂപ്പറാണ്. അപ്പം ഇന്നത്തെ ഫുൾ മെനു നമ്മൾ കഴിച്ചു കിട്ടാം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ടീ ആൻഡ് ഡിന്നർ. അപ്പോൾ അമ്മയുടെ അറിവുകളിലേക്ക് നമുക്ക് നാളെ കാണാൻ കേട്ടോ. വീണ്ടും നാളത്തെ ദിവസം ടർക്കിയിൽ റെക്കോർഡ് ചെയ്യാം. ബൈ, സീ യു അഗൈൻ. എൻജോയ്. Age doesn't matter if you know how to enjoy it. Just be active, be strong, and enjoy your life.